കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത്. വയോജനങ്ങളുടെ സമഗ്ര ആരോഗ്യം ലക്ഷ്യമാക്കി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരാണ് രോഗികളെ പരിശോധിക്കുന്നത്. കൊല്ലങ്കോട് പെൻഷൻ ഭവനിൽ നടന്ന ക്യാമ്പിൽ പഞ്ചായത്ത് പരിധിയിലെ നിരവധി വയോജനങ്ങൾ പങ്കെടുത്തു. സൗജന്യ രക്തപരിശോധനയും രോഗനിർണയവും ക്യാമ്പിൽ ലഭ്യമാക്കി. പ്രാഥമിക പരിശോധനകളും വൈദ്യപരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായി. മേലാർകോട് GHD മെഡിക്കൽ ഓഫീസർ വാണി ചന്ദ്രശേഖർ വിഷയാവതരണം നടത്തി. നമ്മുടെ പ്രോജക്റ്റുകളുണ്ട്, അതിനെക്കുറിച്ച് നമ്മുടെ പഞ്ചായത്തിൽ തീരെ അവെയറല്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ഷീ ക്യാമ്പയിൻ നടത്തിയപ്പോഴും ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് എല്ലാവരും അതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് പറയുന്നുണ്ട്. ആദ്യം ഒന്ന് സീതാലയമാണ്. സീതാലയം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മാത്രമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ആത്മഹത്യാ പ്രവണത വളരെയധികം കൂടി വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന കേസുകൾ അത് തന്നെയാണ്. കൂടുതലും സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ കേസുകളാണ്. ഡിപ്രഷൻ, അങ്ങനെ വിഷാദ രോഗമുള്ള ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ പോസ്റ്റ് കോവിഡിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറഞ്ഞ വൈറൽ ഇൻഫെക്ഷനൊക്കെ പറഞ്ഞു. പോസ്റ്റ് കോവിഡ് ഡിപ്രഷൻ ഒരുപാട് പേർക്കുണ്ട്. കാരണം കോവിഡ് ആകുമ്പോൾ ബിസിനസ് തകർച്ച, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കേസുകൾ നമുക്ക് അവിടെ പോസ്റ്റ് കോവിഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സീതാലയം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെ മാത്രമായിട്ട് പ്രൊജക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഫാമിലി പ്രോബ്ലംസും ഉണ്ട്, ദാമ്പത്യ പ്രശ്നങ്ങൾ, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വനിതാ സെല്ലിൽ നമുക്ക് കേസുകൾ റെഫർ ചെയ്യുന്നുണ്ട്. അവിടെ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്രീ കൗൺസിലിംഗ് അവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇത് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള വേദികളിലെ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു നോട്ടീസ് അടിച്ചു അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാറ്റസ് വെച്ചതുകൊണ്ടൊന്നും ആരും അതൊന്നും റീഡ് ചെയ്ത് പോകണമെന്നില്ല. അപ്പോൾ സീതാലയം ഞാൻ ജസ്റ്റ് ഒന്ന് അവയർനെസ്സിന് വേണ്ടി പറയണമെന്നുള്ളൂ കേട്ടോ. സീതാലയം ഒരു പ്രൊജക്റ്റ്. അതുപോലെ തന്നെ ജനനി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് റൺ ചെയ്യുന്നുണ്ട്. അത് ഇൻഫെർട്ടിലിറ്റിയാണ്. അത് ഇപ്പോൾ 10-14 വർഷങ്ങളായി സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിലും ഇപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് റിസൾട്ടുകൾ കൂടി വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്ത ആൾക്കാരാണ് നമുക്ക് ജനനിലേക്ക് വരുന്നത്. മീൻസ് IVF ഒക്കെ ചിലപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം ചെയ്തിട്ടുള്ള കേസുകൾ, അങ്ങനെയുള്ള കേസുകളാണ് വരുന്നത്. KSSPU പ്രസിഡന്റ് വിജയൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ, സ്ഥിരം സമിതി അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർമാർ എന്നിവർ പ്രസംഗിച്ചു. KSSPU സെക്രട്ടറി M കലാധരൻ സ്വാഗതവും കൊല്ലങ്കോട് GHD മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ചിത്ര നന്ദിയും പറഞ്ഞു.